ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, അതായത് തമിഴ്നാട്ടിൽ നല്ല ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. മുട്ട മിഠായി എന്ന് പറയാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആൽമൻഡാണ് മൊത്തത്തിലെടുത്തത്. നിങ്ങൾ ആൽമൻഡും കാഷ്നട്ടും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. രണ്ടും ഒപ്പമായിട്ട് എടുത്താലും മതി. ഇപ്പോൾ ഞാൻ 25-30 കാഷ്നട്ടല്ല, ആൽമൻഡ് ഞാൻ ഒരു 10-15 മിനിറ്റ് മുമ്പ് തന്നെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അത് ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കാം. ഇത് മാറ്റി വെച്ചതിന് ശേഷം ഇത് ഗോവ എന്ന് പറയും, അതായത് നമ്മൾ പാൽഗോവ ഉണ്ടാക്കാറുണ്ട്. നമ്മളെ പാല് നല്ല തിളപ്പിച്ച് പഞ്ചസാര ഇടാതെ വറ്റിച്ച് നമ്മൾ എടുക്കുന്ന പാൽഗോവ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ട്രൈ ചെയ്തതാണ് കേട്ടോ. അതായത് ഇന്നും ഇന്നലെ ആയിട്ട് കുറച്ച് പാല് ബാക്കി വന്നപ്പോൾ അത് മൊത്തത്തിൽ ഞാനിങ്ങനെ വറ്റിച്ച് ഇതുപോലെ ഒരു കപ്പാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനത് അങ്ങനെ എടുത്ത് വെച്ചാണ്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു 1/4 കപ്പോളം പഞ്ചസാര പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് അത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ചേർത്തത്. നിങ്ങൾ ചേർക്കുമ്പോൾ പകുതി മിൽക്ക് മെയ്ഡും പകുതി പഞ്ചസാര പൊടിയോ പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ചേർത്തേക്കുന്ന ആദ്യത്തെ പഞ്ചസാര പൊടിയും മിൽക്ക് മെയ്ഡും പോരാത്ത കാരണം വീണ്ടും ഒരു 8 ടീസ്പൂണും പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് പോലെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതായത് ഞാൻ അവസാനമായിട്ട് പറയട്ടോ, ആ സമയം നമുക്ക് മധുരം ഉണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് എക്സ്ട്രാ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാനുള്ള ആ ഒരു സമയമുണ്ട്, ആ സമയത്ത് ഞാൻ പറയാം. ഇപ്പം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര അലിഞ്ഞ് വരണമെന്നില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം ഇപ്പം ഇതിലേക്ക് ആൽമൻഡിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതും കൂടി ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 മുട്ടയാണ് കേട്ടോ ചേർക്കുന്നത്. നമുക്ക് ഈ ഒരു സ്വീറ്റ് എന്ന് പറയുന്ന സമയത്ത് 4 മുട്ട അല്ലെങ്കിൽ 3 മുട്ട നമുക്ക് ചേർക്കട്ടോ. അത് ചേർക്കുമ്പോൾ നല്ലൊരു തിക്കായിട്ട് കിട്ടും. ഞാൻ ഉണ്ടാക്കിയത് 2 മുട്ടയാക്കാനും കുറച്ച് ലൂസായിട്ട്, എനിക്ക് ലൂസായിട്ട് വേണം പറഞ്ഞിട്ട് ഞാൻ 2 മുട്ട ചേർത്തത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അളവുകളോടെ തന്നെ 4 മുട്ട വേണമെങ്കിൽ 4 മുട്ട ചേർക്കാം, അല്ലെങ്കിൽ 3 മുട്ട വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടാനുസരണം പോലെയാണ്. 1 ബൈ 1 ആയിട്ട് മുട്ട ചേർത്ത് കൊടുക്കട്ടെ. ആദ്യം ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത മുട്ട ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള മുട്ടയാണ് കേട്ടോ നമ്മൾ ചേർക്കേണ്ടത്. നമ്മൾ ഈ ഗോവ നമ്മൾ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നതാണെങ്കിൽ അതും നമ്മൾ റൂം ടെമ്പറേച്ചറിലാക്കിയതിന് ശേഷമാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാലും കുഴപ്പമില്ല, നമുക്കിത് കടയിൽ നിന്ന് തന്നെ മേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. മിൽക്ക് മിസ്റ്റിൻ്റെ ബ്രാൻഡിലോ വേറെ ബ്രാൻഡുകളിലൊക്കെ നമുക്ക് கிடைക്കുന്നതാണ്. അങ്ങനെ ഷോപ്പിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ നെയ്യ് കറക്റ്റായിട്ടുള്ള ഒരു അളവാണ്. അപ്പോൾ കൂടുതൽ നെയ്യ് ചേർക്കുമ്പോൾ നമുക്ക് എണ്ണ മുകളിലേക്കായിട്ട് അങ്ങനെ വരുന്ന പോലെയും അടിയിലുള്ള പോലെയൊക്കെ തോന്നും. അപ്പോൾ 2 ടീസ്പൂൺ കറക്റ്റാണ് കേട്ടോ. നമ്മൾ ഇടയിലും ചേർക്കും, ഇപ്പോൾ 2 ടീസ്പൂൺ കറക്റ്റാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ അടുപ്പിൽ ഒരു കടായി ഒന്ന് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്, സിമ്മിൽ വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് ചിലപ്പോൾ കട്ടകൾ പിടിക്കാൻ അടിയിലും പിടിക്കാനൊക്കെ ചാൻസുകളുണ്ട്. അപ്പോൾ സിമ്മിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സായി വരട്ടെ. പിന്നെ വേറെ എസൻസുകളിലൊന്നും ആവശ്യമില്ല കേട്ടോ. ഈ ഏലക്കപ്പൊടിയുടെ മണം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കുന്ന സമയത്ത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇടയിലായിട്ട് നമ്മളെടുത്തേക്കുന്ന ആ ഒരു സ്പൂണിൽ കുറച്ച് ഒട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഒരു 1/2 ടീസ്പൂണോളം മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മിക്സായി നല്ല കുറുകി വന്നിട്ട് കാണിച്ചു തരാം. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര പോരെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതുപോലെയാണ് നമ്മൾ കുറുക്കിയെടുക്കേണ്ടത്. അത് കറക്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ട്രേ ഉണ്ടല്ലോ, അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഞാൻ ഓൾറെഡി ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം നമ്മളിത് അധികം വന്നിട്ട് ഓവനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ ഓവനൊന്ന് കംപ്ലൈൻ്റ് ആയ കാരണം പക്ഷേ ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് അടുപ്പിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കടയിൽ നിന്ന് തന്നെ മേടിക്കുന്ന പോലെ, അതുപോലെ നമ്മൾ ഓവനിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടോടുകൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ടും വീണ്ടും ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കട്ടോ. മൊത്തത്തിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുകയാണെ. ഇതുപോലെ എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം നമ്മൾ ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിക്ക് ഒരു 30 മിനിറ്റ് വയ്ക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുണ്ടാവും. ഞാനിപ്പോൾ അടുപ്പിൽ തന്നെ വെച്ചിട്ടൊരു 40 മിനിറ്റോളം എനിക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിത് വേവാവുന്ന സമയത്ത് ഇത് കണ്ടല്ലോ, അപ്പോൾ ഇതുപോലെ പാത്രത്തിലാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. ഒരു 40 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. അങ്ങനെ 40 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇത് നമുക്ക് ഈ ഒരു കളറിലായാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം അത് റെഡി ആയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. അല്ലാതെ നമുക്കത് ഇപ്പം നമ്മൾ കത്തി ഉണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റിക്ക് കൊണ്ട് നമ്മൾ കുത്തി കൊടുക്കുന്ന സമയത്ത് ഒട്ടാതെ വരുന്നുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് അത് ഒട്ടാതെ തന്നെ ഉണ്ടാവും. പക്ഷേ കുറച്ച് ലൂസായിട്ടുള്ള പോലെ തോന്നും. നമുക്ക് അത് കറക്റ്റാണ് കേട്ടോ. നമ്മൾ ഈ ഒരു കളറിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം അത് റെഡി ആയിട്ടുണ്ടെന്നുള്ളത് കേട്ടോ. ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മുട്ട മിഠായി നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടെ. ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കണം കേട്ടോ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു പാൽഗോവ കഴിക്കുന്ന പോലെയും
ഒരു ബ്രെഡ് ഹൽവ ഇതൊക്കെ കഴിക്കുന്ന ആ ഒരു എല്ലാത്തിനും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് പോലെയാണ് കേട്ടോ. മുട്ടയുടെ ആ ഒരു സ്മെല്ലൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് വായിലിട്ടാൽ അതുകൊണ്ട് അലിഞ്ഞു പോകുന്ന രീതിക്കുള്ള ഒരു നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക.